ഫ്രണ്ട്സ്, ഇൻസ്റ്റഗ്രാമിൽ അൺലിമിറ്റഡ് ഫോളോവേഴ്സ് കിട്ടുന്ന ഒരു വെബ്സൈറ്റാണ്. 100% സേഫാണ്. ഇതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്നുള്ളത് ഞാൻ വീഡിയോയിൽ വ്യക്തമായിട്ട് പറഞ്ഞുതരാം. പിന്നെ ഇന്ന് വളരെയധികം സന്തോഷത്തിലാണ് നമ്മൾ. എന്തുവെന്ന് വെച്ചാൽ നമ്മുടെ ചാനൽ ഇപ്പോൾ ഏകദേശം 10K സബ്സ്ക്രൈബേഴ്സ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഒരുപാട് നന്ദിയുണ്ട് സപ്പോർട്ട് ചെയ്യുന്നതിൽ. പിന്നെ തീർച്ചയായിട്ടും മച്ചാന്മാരെ, നിങ്ങളെല്ലാവരും ഈ വീഡിയോയ്ക്ക് ലൈക്ക് അടിക്കണം. പിന്നെ അതേപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് എഴുതിയിടണം. ഒരുപാട് പേര് കമൻറ്റ് എഴുതാറുണ്ട്, ഈ കമൻറ്റ്സ് വ്യൂസ് ലൈക്കൊക്കെ കൂട്ടുന്ന വെബ്സൈറ്റ് ഉണ്ടോയെന്ന്. അപ്പോൾ ഈ കമൻറ്റ്സ് വ്യൂസ് കിട്ടുന്ന വെബ്സൈറ്റ് നമ്മൾ റീസർച്ചിങ്ങിലാണ്, അത് കിട്ടുന്നില്ല. വരുമ്പോൾ ഞാൻ ഉറപ്പായിട്ട് നിങ്ങൾക്ക് വേണ്ടി വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ. ഈ വെബ്സൈറ്റ് എങ്ങനെ പരിചയപ്പെടുത്തുന്നതെന്നുള്ള കാര്യങ്ങളൊക്കെ പരിചയപ്പെടാം. പിന്നെ അതേപോലെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാവരും വീഡിയോയ്ക്ക് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ഡയറക്റ്റ് വെബ്സൈറ്റ് ഏതാണെന്ന് പരിചയപ്പെടാം. അപ്പോൾ മച്ചാന്മാരെ, എൻ്റെ ഈ ഒരു വീഡിയോയുടെ താഴെ കമൻറ്റ് സെക്ഷനിൽ ഞാൻ ഈ ഒരു ഫ്രീ ഫോളോവേഴ്സ് കിട്ടുന്ന വെബ്സൈറ്റിൻ്റെ ലിങ്ക് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോയുടെ താഴെ കമൻറ്റ് സെക്ഷനിൽ അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ഇങ്ങനത്തെ ഒരു പേജിലേക്കാണ് വരുന്നത്. ഇവിടെ വരുമ്പോൾ ഒരുപാട് പേര് ചോദിക്കാറുണ്ട്, ബ്രോ ഇതെന്താണ് ഫോളോസ് വാങ്ങാമെന്ന് പറഞ്ഞിട്ട് 3 രൂപയ്ക്ക് 2 രൂപയ്ക്കും 1 രൂപയ്ക്കെന്നൊക്കെ കൊടുത്തേക്കുന്നത്. അതെന്തുവാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ആ ഒരു ഓപ്ഷൻ ഇല്ല, ഇവിടെ വാച്ച് നൗ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡയറക്റ്റ് എൻ്റെ യൂട്യൂബിൽ ഇട്ടേക്കുന്ന ഒരു വീഡിയോ പോയി കാണാൻ പറ്റും. അവിടെ ക്ലിക്ക് ചെയ്ത ഡയറക്റ്റ് ആ വീഡിയോ പ്ലേ ആവും. അത് കണ്ടുകൊണ്ട് നിങ്ങൾക്ക് 5 രൂപയ്ക്കും 1 രൂപയ്ക്കും ഒക്കെ ഫോളോവേഴ്സ് ട്രസ്റ്റഡ് ആയിട്ട് വാങ്ങാൻ സാധിക്കുന്ന ഒരു വെബ്സൈറ്റിനെ കുറിച്ച് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെയാണ് ഇത്. ഓക്കെ, ഇനി നമ്മുടെ ഫ്രീ ആയിട്ട് ഫോളോവേഴ്സ് കിട്ടാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടത്, ഇവിടെ ബ്ലാക്ക് ബോക്സിൽ ഓപ്പൺ വെബ്സൈറ്റ് എന്നുണ്ട്. ആ ഒരു ഓപ്പൺ വെബ്സൈറ്റിനകത്തേക്ക് ക്ലിക്ക് ചെയ്ത് കൊടുക്കണം. ഓക്കെ, ശേഷം നമുക്കെന്താണ് നമ്മുടെ ഈ ഒരു പേജ് യൂട്യൂബിലേക്ക് ഓപ്പൺ ആയി വരും. ഇവിടെ വന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്ത് കാണുന്ന ബെല്ലൈക്കൺ ഓൾ എന്നുള്ള ഓപ്ഷനിലേക്ക് എനേബിൾ ചെയ്ത് കൊടുക്കുക. ശേഷം നിങ്ങൾ ജസ്റ്റ് താപ്പോട്ട് നീക്കി വരിക. അപ്പോൾ ഇവിടുത്തെ 2 ചാനലും എന്ത് ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഈ 2 ചാനലിൻ്റെയും ബെല്ലൈക്കൺ എന്ത് ചെയ്യുക, നിങ്ങൾ എന്ത് ചെയ്യുക, ബെല്ലൈക്കൺ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. ഓക്കെ, ഇതിലെല്ലാം ഇൻസ്റ്റാഗ്രാം ഫോളോസ് വരുന്ന ചാനലുകളാണ്. അതാണ് ഞാൻ സെക്കൻഡ് ചാനലായിട്ട് ആഡ് ചെയ്തിട്ടേക്കുന്നത്. സോ ഇനി നിങ്ങൾ ചെയ്യേണ്ടത് തിരിച്ച് നമ്മുടെ ക്രോമിലേക്ക് വരിക. അപ്പോഴത്തേക്കും ഇവിടെ നമുക്ക് ഗോ ടു വെബ്സൈറ്റ് എന്ന് വന്നേക്കുന്നത് കാണാൻ സാധിക്കും. നിങ്ങൾ ജസ്റ്റ് ആ ഒരു ഗോ ടു വെബ്സൈറ്റ് എന്നുള്ളിടത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കണം. വീഡിയോ സ്കിപ്പ് അടിക്കാതെ ഫുള്ളായിട്ട് കാണും. എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇവിടെ തന്നെ മേളിൽ ഇത് ലോഗിൻ ബട്ടനാണ്, ഭാഷ തുർക്കിയാണ്, അതാണ് അങ്ങനെ എഴുതിയിരിക്കുന്നത്. നിങ്ങൾ ജസ്റ്റ് അവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കണം. ശേഷം നിങ്ങൾ ഇവിടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ലോഗിൻ ചെയ്യണം. ഒറിജിനൽ അക്കൗണ്ട് അല്ല, ഫേക്ക് അക്കൗണ്ടാണ് ലോഗിൻ ചെയ്യേണ്ടത്. ഫേക്ക് അക്കൗണ്ടിൻ്റെ നിങ്ങൾ ഇപ്പോൾ തന്നെ ഇൻസ്റ്റഗ്രാമിൽ പുതിയൊരു ഫേക്ക് ഐഡി ക്രിയേറ്റ് ചെയ്യുക. എന്നിട്ട് ആ ഫേക്ക് അക്കൗണ്ട് യൂസർ നെയിം ഇവിടെ എൻ്റർ ചെയ്യുക. എന്നിട്ട് ഫേക്ക് അക്കൗണ്ട് പാസ്വേഡ് എൻ്റർ ചെയ്യുക. ഇവിടെ താഴെ കാണുന്ന ലോഗിൻ ബട്ടനാണ്, ഭാഷ വേറെ ആയതുകൊണ്ടാണ് അങ്ങനെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ലോഗിൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഒറിജിനൽ അക്കൗണ്ട് ഒരിക്കലും ലോഗിൻ ചെയ്യരുത്. ഫേക്ക് അക്കൗണ്ട് ലോഗിൻ ചെയ്തുകൊണ്ട് നമുക്ക് ഒറിജിനൽ അക്കൗണ്ട് സേഫ് ആയിട്ട് ഫോളോവേഴ്സിനെ ഇൻക്രീസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഞാനിവിടെ എൻ്റെ ഫേക്ക് അക്കൗണ്ട് യൂസർ നെയിം എൻ്റർ ചെയ്തു. ശേഷം ഞാൻ എൻ്റെ ഫേക്ക് അക്കൗണ്ട് പാസ്വേഡ് എൻ്റർ ചെയ്യുകയാണ്. അപ്പോൾ ഞാൻ ബ്ലറാക്കി വെച്ചേക്കാണ്. ഓക്കെ, ചില ഭാഗങ്ങളൊക്കെ എനിക്ക് ബ്ലർ ചെയ്യേണ്ടതായിട്ടുണ്ട്. കാര്യം എനിക്ക് എൻ്റെ ഈ വീഡിയോയിൽ ഇൻസ്റ്റഗ്രാം ലോഗോ കാണിക്കാൻ പറ്റില്ല, കോപ്പിറൈറ്റ് സ്ട്രൈക്ക് വരും. അപ്പോൾ എനിക്കതുകൊണ്ട് ലോഗോയോ ഇൻസ്റ്റഗ്രാം ഓപ്പൺ ചെയ്തോ പ്രൂഫോ ഒന്നും കാര്യങ്ങൾ കാണിക്കാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും, അപ്പോൾ പ്രൂഫ് കാണിക്കാതാണോ വീഡിയോ ചെയ്യുന്നത്? കാര്യം കോപ്പിറൈറ്റ് വരും. പിന്നെന്ന് വെച്ചാൽ ഇത്രത്തോളം വ്യൂസ് വരുന്നത് ഞാൻ വർക്കിംഗ് ആയിട്ടുള്ള ഫ്രീ ഫോളോസ് കിട്ടുന്ന വെബ്സൈറ്റിൻ്റെ വീഡിയോ ചെയ്യുന്നതുകൊണ്ടാണ് കേട്ടോ. ഓക്കെ, ഇനി നമ്മളിവിടെ കാണുന്ന ഏറ്റവും താഴെ തന്നെ കാണുന്നത്, നിങ്ങൾ ലൈക്ക് അടിക്കണം വീഡിയോയ്ക്ക്, പിന്നെ കമൻറ്റും എഴുതിയിടുക. കിടിലം വീഡിയോകളൊക്കെ ഇനിയും വരും. അപ്പോൾ ഇവിടെ കാണുന്ന ലോഗിൻ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കണം. ലോഗിൻ ബട്ടൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇങ്ങനത്തെ ഒരു പേജിലേക്ക് വരും. ഇവിടെ വന്നിട്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ നമുക്കിവിടെ കാണാൻ സാധിക്കും 350 എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ഇവിടെ ലൈക്സ് കൂട്ടാനുള്ള ഒരു ഓപ്ഷനും ഉണ്ട്. അപ്പോൾ നമ്മളിവിടെ ചെയ്യേണ്ട കാര്യം എന്താണ്, ഫോളോവേഴ്സ് അല്ലേ നമുക്ക് കൂട്ടേണ്ടത്. അപ്പോൾ ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക, 350 എന്നുള്ളത്. ജസ്റ്റ് അവിടെ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് അടുത്ത പേജിലോടായി വരും. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് താപ്പോട്ട് നീക്കി വരിക. അപ്പോൾ ഈ ഒരു ബോക്സ് കണ്ടോ, ഈ ഒരു ബോക്സ് ഇൻസ്റ്റാഗ്രാമിൽ ഫോളോസ് കൂട്ടേണ്ട അക്കൗണ്ട് യൂസർ നെയിം എൻ്റർ ചെയ്യാനുള്ള ഒരു ബോക്സാണ്. ഏത് അക്കൗണ്ടിലേക്കാണോ ഫോളോസ് വേണ്ടത് ആ അക്കൗണ്ട് യൂസർ നെയിം എൻ്റർ ചെയ്യുക. പിന്നെ ഞാനിവിടെ ചില ഭാഗങ്ങൾ ബ്ലറാക്കി കഴിയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇൻസ്റ്റാഗ്രാം ലോഗോ വരുന്നുണ്ട്, അത് കാണിക്കാൻ പറ്റില്ല വീഡിയോയിൽ, അവർ കോപ്പിറൈറ്റ് വരും. എൻ്റെ ഫസ്റ്റത്തെ ചാനൽ ടെർമിനേറ്റ് ആയി പോയാണ്, അതാണ്. അപ്പോൾ നമ്മളിവിടെ ഫോളോസ് കൂട്ടേണ്ട അക്കൗണ്ട് യൂസർ നെയിം എൻ്റർ ചെയ്യണം. അതിന് മുമ്പായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഫോളോവേഴ്സ് കൂട്ടുന്ന അക്കൗണ്ട് പബ്ലിക് ആയിരിക്കണം. ഒന്നാമത്തെ ഇമ്പോർട്ടൻ്റ് കാര്യം പബ്ലിക് ആയിരിക്കണം, എന്നാലേ കയറൂ. രണ്ടാമത്തെ മെയിൻ ഇമ്പോർട്ടൻ്റ് കാര്യം, ഫ്ലാഗ് റിവ്യൂ എന്നുള്ള ഓപ്ഷൻ ഓഫ് ആക്കിയിരിക്കണം. ഫ്ലാഗ് റിവ്യൂ എങ്ങനെ ഓഫ് ചെയ്യേണ്ടതെന്നുള്ള വീഡിയോ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, അത് കണ്ടിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. പിന്നെ അതേപോലെ തന്നെ നമുക്ക് മലയാളി ഫോളോവേഴ്സ് കിട്ടുന്ന ഒരു ആപ്പ് ഇറങ്ങിയിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, കാണാൻ താല്പര്യമുള്ളവർക്ക് അത് കാണാവുന്നതാണ്. സോ ഞാനിവിടെ എൻ്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് യൂസർ നെയിം എൻ്റർ ചെയ്യുകയാണ്. ഓക്കെ, ഈ കാര്യങ്ങളെല്ലാം ഓഫ് ആയിരിക്കണം, എന്നാലേ കയറുള്ളൂ. യൂസർ നെയിം എൻ്റർ ചെയ്തിട്ട് നമ്മൾ താഴെ കാണുന്ന ഒരു പച്ച ബട്ടൺ ക്ലിക്ക് ചെയ്യുക.
ഓക്കെ. പച്ച ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ നെക്സ്റ്റ് പേജിലേക്ക് ലോഡായി വരും. അപ്പോൾ നമ്മൾ ജസ്റ്റ് ചെയ്യേണ്ടത് താപ്പോട്ട് തന്നെ സ്ക്രോൾ ചെയ്ത് വരിക. താപ്പോട്ട് സ്ക്രോൾ ചെയ്ത് വരുമ്പോഴത്തേക്ക് ഇവിടെ 75 എന്ന് കാണും. ഇവിടെ ഒന്നും ചെയ്യേണ്ട. ഏറ്റവും താഴെ തന്നെ കാണുന്ന ആ ഒരു സ്റ്റാർട്ട് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി മച്ചാന്മാരെ. 1 മിനിറ്റ്. ഓക്കെ. സ്റ്റാർട്ട്. ആ ഒരു സ്റ്റാർട്ട് എന്ന് ഞാൻ മാർക്ക് ചെയ്തേക്കുന്ന സ്റ്റാർട്ട് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും താഴെ ഒരു ടൈമർ കൊടുത്ത് കാണാൻ സാധിക്കും. സോ ഈ ഒരു ടൈമർ 0 ആകുമ്പോഴത്തേക്കും മച്ചാന്മാർ നമുക്കിവിടെ 75 ഫോളോവേഴ്സ് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ കയറിയിരിക്കും. ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ഫ്ലാഗ് റിവ്യൂ ഓഫ് ആക്കിയിരിക്കണം. അതെങ്ങനെ ഓഫ് ചെയ്യേണ്ടതെന്നുള്ള വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ അക്കൗണ്ട് പബ്ലിക് ആയിരിക്കണം. ഇത്ര മാത്രമേ ഉള്ളൂ. ഓക്കെ. അപ്പോൾ ഒരു ഫേക്ക് അക്കൗണ്ട് വെച്ച് നിങ്ങളിപ്പോൾ ഒരു വട്ടം ഫോളോവേഴ്സ് കൂട്ടിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് 1 മണിക്കൂർ കഴിഞ്ഞിട്ട് ആ ഫേക്ക് അക്കൗണ്ട് വെച്ച് പിന്നെയും കൂട്ടാവുന്നതാണ്. അപ്പോൾ തന്നെ കൂട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അപ്പം തന്നെ പുതിയൊരു ഫേക്ക് അക്കൗണ്ട് കൂടെ ക്രിയേറ്റ് ചെയ്ത് അപ്പം തന്നെ ലോഗിൻ ചെയ്ത് കൂട്ടാവുന്നതാണ്. പിന്നെ അതേപോലെ തന്നെ നമുക്കിവിടെ ചെറിയൊരു ഐക്കൺ ഉണ്ട്. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതിൽ ലോഗിൻ ചെയ്തേക്കുന്ന ഫേക്ക് അക്കൗണ്ട് താണ്ട് ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ലോഗൗട്ട് ചെയ്ത് പുതിയ ഫേക്ക് അക്കൗണ്ട് ലോഗിൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പം മച്ചാന്മാർ, ഇതാണ് ഇന്നത്തെ വീഡിയോ. കിടിലം വെബ്സൈറ്റാണ്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ബെനിഫിറ്റ് ആവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് അറിയിക്കുക. നിങ്ങളുടെ യൂസർ നെയിം മെൻഷൻ ചെയ്ത് നല്ലൊരു കമൻറ്റ് ഈ വീഡിയോയെക്കുറിച്ച് എന്ത് അഭിപ്രായം ഉണ്ടെങ്കിലും കമൻറ്റ് എഴുതുക. എനിക്ക് പറ്റുന്ന രീതിയിൽ ഞാൻ ഫോളോസും കാര്യങ്ങളും ചെയ്തു തരാം. അപ്പോൾ ഇതിന് നല്ല മികച്ച വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോ കാണാം മച്ചാന്മാരെ. ബൈ.